നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു അനുഭവം ഹൻസി ഫ്ലിക്കിന് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. 3-0 അദ്ദേഹം പരിശീലിപ്പിച്ച FC ബാഴ്സലോണ ചെൽസിയോട് പരാജയപ്പെട്ടത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഹൻസി ഫ്ലിക്കിൻ്റെ ടീം നേരിടുന്ന ഏറ്റവും വലിയ മാർജിനിലുള്ള പരാജയമാണിത്. അതുപോലെ ഇതുവരെ 36 മത്സരങ്ങളിൽ അദ്ദേഹം UCL ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുണ്ട്. അതിലൊന്ന് പോലും ഗോളടിക്കാതെ മടങ്ങി വരുന്നത് ഇതാദ്യമായിട്ടാണ്. ഫസ്റ്റ് ടൈം ദാറ്റ് ഹിസ് ടീം ഡസ് നോട്ട് സ്കോർ ഡ്യൂറിങ് എ മാച്ച്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ടീം ഗോളടിക്കാത്ത ആദ്യ മത്സരം എന്ന് പറഞ്ഞാൽ ആകെ അദ്ദേഹം 36 മത്സരങ്ങൾ, 18 ബയേണിനെ പരിശീലിപ്പിച്ചു UCL, 18 ബാഴ്സലോണയെ പരിശീലിപ്പിച്ചു. അപ്പോൾ ഇതിനു മുമ്പുള്ള കണക്കുകളൊക്കെ നോക്കിയാൽ ഇപ്പോൾ ബയേണിനെ അദ്ദേഹം UCL പരിശീലിപ്പിച്ചത് ഒളിമ്പിയാക്കോസിനെ 2-0 തോൽപ്പിച്ചു. ബയേൺ റെഡ് സ്റ്റാർ മത്സരം 6-0 ജയിച്ചു. ബയേൺ സ്പേഴ്സ് മത്സരം 3-1 ജയിച്ചു. ബയേൺ ചെൽസി മത്സരം 3-0 ജയിച്ചു. ബയേൺ ബാഴ്സ മത്സരം 8-2 ജയിച്ചു. ബയേൺ ലിയോൺ മത്സരം 3-0 ജയിച്ചു. ബയേൺ PSG മത്സരം 1-0 ജയിച്ചു. ബയേൺ അത്ലറ്റിക്കോ മത്സരം 4-0 ജയിച്ചു. ബയേൺ ലോക്കോമോട്ടീവ് മോസ്കോ മത്സരം 2-1 ജയിച്ചു. ബയേൺ സാൽസ്ബർഗ് മത്സരം 6-2 ജയിച്ചു. ബയേൺ സാൽസ്ബർഗ് മത്സരം വീണ്ടും നടന്നപ്പോൾ 3-1 ജയിച്ചു. ബയേൺ അത്ലറ്റിക്കോ മത്സരം 1-1 സമനില, പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ടീം ഗോൾ അടിച്ചു. ബയേൺ ലോക്കോ മോസ്കോ മത്സരം 2-0 വിജയം. ബയേൺ ലാസിയോ മത്സരം 4-1 ജയിച്ചു. ബയേൺ PSG മത്സരം 2-3 തോറ്റു, പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ടീം 2 ഗോൾ അടിച്ചു. പിന്നെ ബയേൺ PSG മത്സരം 1-0 ജയിച്ചു. അപ്പോൾ ഇവിടെ ബയേണിനെ അദ്ദേഹം പരിശീലിപ്പിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ടീം ഒരു ഗോളെങ്കിലും അടിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ 3-0 തോറ്റിട്ടുമില്ല. ബാഴ്സയെ പരിശീലിപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള കണക്ക് നോക്കിയാൽ മൊണോക്കോയോട് 2-1 തോറ്റു, പക്ഷെ അപ്പോഴും ഗോൾ അടിച്ചു. ബാഴ്സ യങ് ബോയ്സ് മത്സരം 5-0 ജയിച്ചു. ബാഴ്സ ബയേൺ മത്സരം 4-1 ജയിച്ചു. പോയ സീസണിലെ കാര്യമാണത്. ബാഴ്സ റെഡ് സ്റ്റാർ മത്സരം 5-2 ജയിച്ചു. ബാഴ്സ ബ്രസ്റ്റ് മത്സരം 3-0 ജയിച്ചു. ബാഴ്സ ഡോട്ട്മുണ്ട് മത്സരം 3-2 ജയിച്ചു. ബാഴ്സ ബെൻഫിക്ക മത്സരം 5-4 ജയിച്ചു. ബാഴ്സ അറ്റ്ലാന്റ മത്സരം 2-2 സമനില. ബാഴ്സ ബെൻഫിക്ക മത്സരം 1-0 ജയിച്ചു. ബാഴ്സ ബെൻഫിക്ക മത്സരം 3-1 ജയിച്ചു. ബാഴ്സ ഡോട്ട്മുണ്ട് മത്സരം 4-0 ജയിച്ചു. ബാഴ്സ ഡോട്ട്മുണ്ട് മത്സരം 1-3 തോറ്റു, പക്ഷെ അപ്പോഴും ടീം ഗോളടിച്ചു. ബാഴ്സ ഇന്റർ മത്സരം 3-3. ബാഴ്സ ഇന്റർ അടുത്ത മത്സരം 3-4 തോറ്റു. ബാഴ്സ ന്യൂക്കാസിൽ മത്സരം 2-1 ജയിച്ചു. ബാഴ്സ PSG മത്സരം 1-2 തോറ്റു, പക്ഷെ അപ്പോഴും ടീം ഗോളടിച്ചു. ബാഴ്സ ഒളിമ്പിയാക്കോസ് മത്സരം 6-1 ജയിച്ചു. ബാഴ്സ ക്ലബ് ബ്രൂഗെ മത്സരം 3-3 സമനില. ബാഴ്സ ചെൽസി മത്സരം ഒറ്റ ഗോളും അടിക്കാത്ത ആദ്യ മത്സരം. ഫ്ലിക്കിൻ്റെ ടീം ആദ്യമായിട്ടാണ് ഗോൾ അടിക്കാതെ മടങ്ങുന്നത്. 3-0 തോറ്റു. ഏറ്റവും വലിയ തോൽവിയാണ് ഫ്ലിക്കിൻ്റെ കരിയറിൽ UCL ഈ ഒരു കണക്ക്. എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം മുമ്പ് ഫ്ലിക്കിനുണ്ടായിട്ടില്ല. ഫ്ലിക്ക് പക്ഷേ കളിക്ക് ശേഷം ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുകയാണ്, വരും മത്സരങ്ങളിൽ കൂടുതൽ കരുത്തുറ്റ, കൂടുതൽ മികച്ച പ്രകടനം നടത്തുന്ന ബാഴ്സലോണയെ നിങ്ങൾക്ക് കാണാമെന്ന്. കാത്തിരിക്കാം അദ്ദേഹം ടീമിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.